എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2026 നമ്മളൊക്കെ കടന്നിരിക്കുകയാണല്ലേ. ദൈവം 2026 കാണുവാൻ അതിനകത്തോട്ട് കാല് ചവിട്ടുവാൻ ദൈവം നമ്മൾക്ക് കൃപ തന്നു. അതിന് നമ്മൾക്ക് ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കാം. കാരണം എത്രയോ പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി, എത്രയോ പേര് ആയിട്ടുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരുടെ വേർപാടിലൊക്കെ നിരാശരായിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നടുവിൽ ദൈവം നമ്മളെ ആയുസ്സോടെ ഈ ഒരു 2026 കാണുവാൻ നിർത്തി. അതിന് നമ്മൾക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ 2026 ദൈവം നമ്മൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനും തയ്യാറാകാം. ഓക്കെ, ഇന്ന് ഞാനിങ്ങനെ യൂട്യൂബിലൂടെയൊക്കെ ഇങ്ങനെ ഒന്ന് ഓടിച്ചു നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് പേരുടെ ചർച്ചകളിൽ നടന്ന വാച്ച് നൈറ്റ് സർവീസ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയി. അപ്പോൾ അവരുടെയൊക്കെ ഹെഡിങ്ങുകൾ കാണുമ്പോൾ എല്ലാവരും പ്രോമിസാണ്, പ്രവചനങ്ങൾ, അതായത് 2026 പ്രവചനങ്ങൾ എല്ലാവരും നടത്തിയിരിക്കുന്നത് കണ്ടു. ഞാൻ വീഡിയോകളൊന്നും ഓപ്പൺ ആക്കിയില്ല, ജസ്റ്റ് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ അതിൻ്റെ തലക്കെട്ടുകൾ മാത്രം ഇങ്ങനെ വായിച്ചു വിട്ടു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനിങ്ങനെ ദൈവത്തോട് സംസാരിക്കുവാനായിട്ടിടയായി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എല്ലാവർക്കും പ്രോമിസുകൾ കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങ് എനിക്കും എൻ്റെ കുടുംബത്തിനും അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി ദൈവമേ അവിടെ നിന്ന് സംസാരിക്കുമാറാകണമേ. ഒപ്പം കർത്താവേ, ഞാൻ യൂട്യൂബിലൂടെ വീഡിയോ ചെയ്യുമ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളുണ്ടല്ലോ, ഒത്തിരി പേരുടെ വിഷമങ്ങളും വേദനകളും ഒക്കെ അവർ പങ്കുവെക്കുന്നുണ്ട്. ഇനി പങ്കുവെക്കാതെ നിശബ്ദരായി കണ്ടുപോകുന്നവരുണ്ട്. കർത്താവെ, അവർക്കൊക്കെ വേണ്ടി ദൈവം ഒന്ന് സംസാരിക്കണമേ. അവരോടൊക്കെയുള്ള ദൈവത്തിൻ്റെ 2026 പ്രവചനം എന്തുവെന്ന് ദൈവം ഒന്ന് സംസാരിക്കണമേ എന്ന് ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമല്ല, ഞാനൊരു 4 മണി വരെ ഫാസ്റ്റിംഗ് ഇരിക്കുവാനും ഇടയായി തീർന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പ്രവാചകയൊന്നും അല്ല കേട്ടോ. ഞാൻ ആദ്യമേ പറയാം, ഞാൻ പ്രവാചകയോ വലിയ സുവിശേഷ പ്രസംഗകയോ ഒന്നുമല്ല. ഒരു കുഞ്ഞു യൂട്യൂബ് ചാനലുമായിട്ട് ദൈവം എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ട്, അതായത് ദൈവം എന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തും ഒക്കെ പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പ്രവാചകയല്ല. പക്ഷേ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച സമയത്ത് ദൈവം എന്നോട് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വന്നത്, ഞാൻ ഇന്ന് തൊട്ട് 1-ാം തീയതി തൊട്ട് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്ത് ചെയ്യണം, വചനത്തിന് മുൻപിലായിരിക്കും നമ്മൾ രാവിലെ. എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ഒരു ഒരു അധ്യായം, അതായത് പഴയ നിയമത്തിൽ നിന്നൊരു അധ്യായമാണെങ്കിൽ രാവിലെ 1, പുതിയ നിയമത്തിൽ നിന്ന് വൈകുന്നേരം. ഇനി അതല്ലെങ്കിൽ നേരെ തിരിച്ചല്ലെങ്കിൽ രണ്ടും കൂടി ഒന്നിച്ച് എങ്ങനെയാണെങ്കിലും ഒരു ദിവസം 2 അധ്യായം വായിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അത് ഞാൻ പറയുക മാത്രമല്ല, എൻ്റെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കണമല്ലോ. അപ്പോൾ ഞാൻ അതിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് ദൈവം എന്നോട് ആ വചനം വായിക്കുവാൻ എന്നോട് ദൈവം ഇടപെട്ടു. ഓക്കെ, അപ്പോൾ ഞാൻ പുതിയ നിയമം രാവിലെ വായിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതെടുത്ത് വായിച്ചു, നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അത് ഞാൻ വായിച്ചു. അപ്പോൾ 1-ാം അധ്യായം വായിച്ച കൂട്ടത്തിൽ ദൈവം 2-ാം അധ്യായം കൂടി വായിക്കുവാനുള്ള ഒരു ഗൈഡൻസ് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ ഈ 1-ഉം 2-ഉം അധ്യായങ്ങൾ വായിച്ചു. അപ്പോൾ ഇത് വായിക്കുന്ന കൂട്ടത്തിൽ അതിനകത്തുനിന്ന് ദൈവം തന്ന പ്രോമിസുകൾ, ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദൈവം തന്നതാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ നിന്നും ദൈവം എന്നോട് സംസാരിച്ചു. അതുകൂടാതെ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു. അപ്പോൾ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം എന്നോട് വചനത്തിലൂടെ സംസാരിച്ച ചില വാക്തത്വങ്ങൾ നിങ്ങളുമായിട്ട് ഇപ്പോഴല്ല സംസാരിച്ചത്. ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ ഫാസ്റ്റിങ്ങോടെ ഇരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് ദൈവം ഇടപെട്ടതാണ്. ഞാൻ അതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തലയിൽ തുണിയൊന്നും ഇടാതെ പറയുന്നത്. കാരണം ഇപ്പോൾ പ്രവചിക്കുന്നതല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ദൈവം എന്നോട് പറഞ്ഞ കാര്യം പറയുന്നതല്ല, നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ്. എന്നെ ഒന്ന് നിങ്ങൾ നോക്കട്ടെ, ഞാൻ വലിയ പ്രവാചകയാണോ, വലിയ ശുശ്രൂഷകയാണ്, അതൊന്നും നോക്കണ്ട. എന്നാൽ ഇത് ദൈവം എന്നോട് സംസാരിച്ചതാണ്. ആ സംസാരിച്ചതെന്ന് വെച്ചാൽ, ഞാൻ വചനം വായിച്ചപ്പോൾ ദൈവം എനിക്ക് എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട കാര്യങ്ങളാണ്. അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് നിങ്ങളത് എഴുതിയെടുത്ത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. ഓക്കെ, നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മുടെ വിശ്വാസത്തിനെയാണ് ദൈവം കണക്കിടുന്നത്. അതുകൊണ്ട് നിങ്ങളത് ഏറ്റെടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം ദൈവം എന്നോട് സംസാരിച്ചത് ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചാണ്. അതായത് ദൈവം ചിലതൊക്കെ സൃഷ്ടിക്കും. ഈ 2026 ഉപയോഗശൂന്യമായി കിടക്കുന്ന ചില ഇടത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അതാണ് ഞാൻ നോക്കി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന ചില ഇടത്ത് ദൈവം ചില സൃഷ്ടിപ്പുകൾ നടത്തും. അതെന്തിനു വേണ്ടിയിട്ടാണ്? നന്മയ്ക്കായിട്ട് ചില സൃഷ്ടിപ്പുകളെ ദൈവം നടത്തും. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ചിലപ്പോൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെ വിഷയത്തിലാകാം, ചിലപ്പോൾ നമ്മുടെ അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ചില അവസ്ഥകളാകാം. അവിടെയൊക്കെ ദൈവം ഒരു പുതിയത് വെച്ച് പിടിപ്പിക്കാൻ, ഒരു സൃഷ്ടി നടത്തുവാൻ ദൈവത്തിന് കഴിയും. ഇനി ചിലപ്പോൾ ചില തലമുറകളെയാകാം, ചിലപ്പോൾ ആത്മീയ ഭൗതിക നന്മകളെയാകാം, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ചില സൃഷ്ടികൾ ദൈവം നടത്തുവാനായിട്ട് പോവുകയാണ്. എന്ന് വെച്ചാൽ ഉപയോഗശൂന്യമായി കിടന്ന ഇടത്ത് ചില
ചില സൃഷ്ടിപ്പ് ദൈവം നടത്തും. അത് നന്മയ്ക്കായിട്ട് ദൈവം മാറ്റും. എന്ന് വെച്ചാൽ നന്മയ്ക്കായിട്ട് ചില സൃഷ്ടിപ്പുകളെ ദൈവം നടത്തുവാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ മേഖലകളിൽ അത് വേണോ, സൃഷ്ടിപ്പ് വേണോ, അതൊക്കെ ദൈവസ്ഥലത്തിൽ വെച്ച് പ്രാർത്ഥിക്കുക. ഇനി അടുത്തത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഇരുൾ മൂടി കിടക്കുന്ന ചില ഇടങ്ങളിൽ, ചില വ്യക്തികളിൽ, ചില കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ച് ആ ഇരുളിനെ മാറ്റി വെളിച്ചമാക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ചില കുടുംബങ്ങളിൽ അതിങ്ങനെ ഇരുൾ മൂടിക്കിടക്കുകയാണ്. ചില വ്യക്തികളുടെ ജീവിതത്തിൽ, ചില കുടുംബങ്ങളിൽ, ചില ഇടത്ത്, ചില സ്ഥലത്ത് ഒക്കെ എന്താണ് ഇരുൾ മൂടിക്കിടക്കുകയാണ്. എന്ന് വെച്ചാൽ അന്ധകാരം പിടിച്ചിരിക്കുന്ന ഇടം, അന്ധകാരം പിടിച്ച വ്യക്തി, അല്ലെങ്കിൽ അന്ധകാരം പിടിച്ച ജീവിതങ്ങൾ, അല്ലെങ്കിൽ അന്ധകാരം പിടിച്ച കുടുംബം എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ തള്ളിക്കളഞ്ഞിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ തോന്നി നമ്മൾ തന്നെ തള്ളിയിട്ടിരിക്കുന്ന ചില ഇടങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് പരിവർത്തിച്ച് അതിനെ എന്താക്കി മാറ്റുവാനായിട്ട് പോവുകയാണ്, വെളിച്ചമാക്കി മാറ്റുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഓക്കെ, ഇനി അടുത്തത് ചിലതിൻ്റെ ഘടനയൊക്കെ ദൈവം അങ്ങ് മാറ്റിയിട്ട് അത് അനുഗ്രഹമാക്കുവാനായിട്ട് ദൈവം പോവുകയാണ്. എന്ന് വെച്ചാൽ ഘടന മാറ്റുക എന്ന് പറഞ്ഞാൽ വെള്ളത്താൽ ദുരിതം അനുഭവിക്കുന്ന ചിലയിടങ്ങളിൽ, എന്ന് വെച്ചാൽ ചില പ്രകൃതി ദുരന്തങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചിലയിടങ്ങളിൽ ചിലർ അത് പ്രതീക്ഷിച്ചായിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ കൃഷി ചെയ്യുമ്പോഴും അവർ മനസ്സിൽ കണ്ണുനീരോടെ അത് ചെയ്യുന്നത്. അവർ പറയും, ഓ ഇത് കിട്ടാനൊന്നും പോകുന്നില്ല, കാരണം ഇവിടെ എല്ലാ കൊല്ലവും എന്താണ് വെള്ളപ്പൊക്കം ഉണ്ടാകും, അല്ലെങ്കിൽ മഴയുടെ കെടുതികളുണ്ടാകും, അല്ലെങ്കിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകും. അങ്ങനെ പല മേഖലകളിലൂടെ ഞങ്ങൾ ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഒരു പ്രതീക്ഷയും ഇല്ലാതെ ചിലതൊക്കെ അവിടെ കൃഷി ചെയ്യും, ചിലതൊക്കെ അവിടെ നട്ടുപിടിപ്പിക്കും, ചിലതൊക്കെ അവിടെ ഉണ്ടാക്കും. പക്ഷേ അവർക്ക് തന്നെ അറിയാം എന്താണ് ഇവിടെ എന്താണ്, ഇവിടെ ഇത് ഞങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് പറ്റത്തില്ല, ഇതെന്താകാൻ പോവുകയാണ്, ഇത് നശിക്കും. ഒന്നെങ്കിൽ മഴ വരുമ്പോൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരുമ്പോഴൊക്കെ ഇത് നശിച്ചു പോകുമെന്ന് ചിലർ മനസ്സിൽ ഗദ്ഗതം പറഞ്ഞ് കണ്ണുനീരോടെയാണ് ചിലർ ചെയ്യുന്നത്. അവരോടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് സംസാരിച്ചത്. അവരോട് പറയുകയാണ്, ദൈവം ഘടനകളെ മാറ്റും. എന്ന് വെച്ചാൽ ചില ഭൂമിയുടെ ഘടനകളെ മാറ്റും, ചില ആകാശത്തിൻ്റെ ഘടനകളെ മാറ്റും. എന്തിനാ? നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ചിലതിനോടൊക്കെ ദൈവം കൽപ്പിച്ച് ചിലതിനെയൊക്കെ ദൈവം അടക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇത് നട്ടു അല്ലേ, ചിലത് നമ്മൾ ഉണ്ടാക്കി, അവിടെ എന്താണ് അത് വെള്ളപ്പൊക്കം വന്നു പോകും. എന്നാൽ എല്ലാ കൊല്ലവും വെള്ളം കയറുന്ന, എല്ലാ വർഷവും ഉരുൾപൊട്ടുന്ന, എല്ലാ വർഷവും മഴയുടെ കെടുതികൾ അനുഭവിക്കുന്ന ചിലയിടങ്ങളിൽ, എല്ലായിടത്തുമല്ല ഞാൻ പറഞ്ഞ ചിലയിടങ്ങളിൽ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ചിലർക്ക് വേണ്ടിയിട്ട് ദൈവം ചില ഘടനകളെ മാറ്റി അതെന്താണ് അനുഗ്രഹമാക്കി തീർക്കും. എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് അനുഭവിക്കത്തക്കവണ്ണം ആ നന്മകൾ, അവിടെ നിങ്ങൾ വിതച്ചിരിക്കുന്ന നന്മകൾ അനുഭവമാക്കത്തക്കവണ്ണം ദൈവം ചില ഘടനകളെ മാറ്റുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, ശക്തമായി പ്രാർത്ഥിക്കണം. ഈ വിഷയങ്ങളെല്ലാം എന്താണ്? ശക്തമായ പ്രാർത്ഥനയുടെ മുൻപിലാണ് ഇതിൻ്റെ വിടുതലുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ ചില കണ്ണുനീരോടെ കൃഷിയിടമാകാം, പലതുമാകാം. ഓക്കെ, അവിടെ ദൈവം എന്താണ്? ചില ഘടനകളെ മാറ്റി ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില നന്മകൾ അനുഭവിക്കത്തക്കവണ്ണം ചിലത് ദൈവം ചെയ്യുവാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇനി അടുത്തത് സ്റ്റഡി ഓഫ് ആസ്ട്രോണമി. എന്ന് വെച്ചാൽ ഞാൻ വലിയ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ, എന്നാൽ ദൈവം എന്നോട് ഇടപെട്ടതാണ്. ചില ദൈവത്തെ ആരാധിക്കുന്ന ചില കുടുംബങ്ങളിൽ നിന്ന് ചില ദൈവത്തിൻ്റെ മക്കൾ, തലമുറകളെ ദൈവം ഈ ആസ്ട്രോണമി എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, ഈ ചന്ദ്രനെക്കുറിച്ച്, സൂര്യനെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന, അതായത് ഉയരത്തിലുള്ളതിനെക്കുറിച്ച് ചിലത് പഠിച്ചിട്ട് അവരെ നാസ പോലെയുള്ള ചില ഉന്നത ഇടങ്ങളിലേക്ക് ദൈവം അവരെ അയച്ച് അവിടെ അവർ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും. ഒപ്പം ഇവർ ജോലി ചെയ്ത് അതിനകത്തുനിന്ന് ചില റിസൾട്ടുകൾ, എന്ന് വെച്ചാൽ ചില പൊളിച്ചെഴുത്തലുകൾ, അതായത് ഇന്ന് വരെ നമ്മൾ കേട്ടതിൽ നിന്ന് വിഭിന്നമായ ചില പൊളിച്ചെഴുത്തലുകൾ ശക്തമായ തെളിവുകളൂടെ കൊണ്ടുവന്നിട്ട് ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കും. അതുകൂടാതെ അവർ ദൈവത്തിൻ്റെ വേലയിലും ശോഭിക്കത്തക്കവണ്ണം ചില തലമുറകളെ ദൈവം എടുത്തുപയോഗിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാവും പിതാവും ഒക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഏറ്റെടുത്ത്, ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. കാരണം എല്ലാവരും പോകുന്ന ഇടത്തിലൂടെ നിങ്ങൾ പോകരുത്, തലമുറകളെ അയക്കരുത്. കാരണം എല്ലാവരും ഇന്ന് എഞ്ചിനീയർ ആക്കാൻ അല്ലെങ്കിൽ ഡോക്ടറാക്കാൻ അങ്ങനെ പല വിധത്തിൽ വിടും. എല്ലാവരും വിടുന്നത് പോലെ വിടരുത്. ഇതെല്ലാവർക്കുമുള്ള ദൂതല്ല, ചില തലമുറകൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചത് ഏറ്റെടുക്കണം. ഓക്കെ, അപ്പോൾ പ്രാർത്ഥിച്ച് ഏറ്റെടുത്തിട്ട് ആ മേഖലകളിലേക്ക് അവരുടെ പഠനം തിരിച്ചുവിട്ട് അവരെ നാസ പോലെയുള്ള ഉന്നത സ്ഥലങ്ങളിൽ ഇരുത്തി ദൈവം അവർക്ക് ചിലതൊക്കെ വെളിപ്പെടുത്തി കൊടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്താൽ ചിലതൊക്കെ അവർ പ്രാപിച്ച് എന്താണ്, അവർ അതിശക്തമായിട്ട് ചില പൊളിച്ചെഴുത്തലുകളെ നടത്തി അവർ ദൈവത്തിൻ്റെ നാമം ഉയരത്തക്കവണ്ണം ചിലത് പ്രവർത്തിക്കും. അതുകൂടാതെ ശക്തമായ മിനിസ്ട്രിയിലും അവർ പ്രയോജനപ്പെടും. അതുകൊണ്ട് ചില തലമുറകളെ ഓർത്ത് നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. ഫാസ്റ്റിംഗ് ഇരുന്ന് പ്രാർത്ഥിച്ചോണം. ഇത് ചെറുതല്ല. അതുകൊണ്ട് ശക്തമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചോണം. ഓക്കെ, ഇനി അടുത്തത്
എന്താണ് കരയിലും വെള്ളത്തിലും ജോലി ചെയ്യുന്ന ചിലർക്ക് ചില നന്മകളെ ദൈവം തരുവാനായിട്ട് പോകുക എന്ന് വെച്ചാൽ കരയിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും ചിലർ മീൻ പിടിക്കാൻ പോകുന്ന മുക്കുവരുണ്ട് അല്ലേ. അപ്പോൾ അവർ പലപ്പോഴും ചിലപ്പോൾ കണ്ണുനീരോട് വെറും വലയായിട്ട് കയറി വരുന്നവരുണ്ട്. നമ്മളുടെ പത്രോസിൻ്റെ നേതൃത്വത്തിൽ പോയപ്പോൾ അല്ലേ, അവർ വലയിൽ ഇറക്കിയപ്പോൾ എന്താണ് ഒന്നും കിട്ടിയില്ല. അതുപോലെ ചില അനുഭവങ്ങളുമായിട്ട് നിൽക്കുന്നവരുണ്ട്. അതുപോലെ കൃഷി ചെയ്യുന്ന ചിലരുണ്ട്, ബിസിനസ് ചെയ്യുന്ന ചിലരുണ്ട്. അതിനകത്തൊന്നും അവർക്ക് നന്മയില്ല, കൈ ശൂന്യമായിട്ട് കിടക്കുക. അങ്ങനെയുള്ള ഇടങ്ങളിൽ ദൈവം ചില നന്മകൾ, അതിശക്തമായ നന്മകൾ ദൈവം തരാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ കടലിൽ എന്ന് പറഞ്ഞാൽ മീനുകളുടെ ചാകര തന്ന് ദൈവം നിങ്ങളെ മാനിക്കും. അതുപോലെ കൃഷിയിടങ്ങളിൽ ശക്തമായ ഇതുവരെ ഇല്ലാത്ത വിളവെടുപ്പുകൾ തന്ന്, ബിസിനസ്സിൽ ഇതുവരെ ഇല്ലാത്ത നേട്ടങ്ങൾ തന്ന് ചിലരെ എന്ന് വെച്ചാൽ ശൂന്യമായിട്ട് കിടക്കുക, എല്ലാവരോടുമല്ല, ശൂന്യമായിട്ട് കിടക്കുന്ന ചില ഇടങ്ങളെ നോക്കി വിലപിക്കുന്ന ചിലർക്ക് വേണ്ടിയിട്ട് ദൈവം ഇത് ചെയ്യുവാനായിട്ട് പോവുകയാണ്. ഇത് നിങ്ങൾ ഏറ്റെടുത്ത് ആർക്കാണോ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ചില വിവാഹങ്ങൾ നടക്കും. ചില എന്ന് വെച്ചാൽ തലമുറകളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലർക്ക് പ്രായം കഴിഞ്ഞുപോയി. അങ്ങനെയുള്ള ചില വിവാഹങ്ങൾ ദൈവം നടത്തും. അത് ഒരുപാട് പേർക്കുള്ള ഒരു കൂട്ട വിടുതലാണ് കേട്ടോ. ചില വിടുതലുകൾ ദൈവം എന്ന് വെച്ചാൽ ചില വിവാഹങ്ങൾ കൂട്ടമായിട്ട്, ചില വിവാഹങ്ങൾ എന്ന് വെച്ചാൽ സമൂഹ വിവാഹം നടക്കുമെന്നല്ല പറഞ്ഞ് പെട്ടെന്ന് എവിടെ നോക്കിയാലും ആ മകൻ്റെ കല്യാണം, ഈ മകളുടെ കല്യാണം, അവിടുത്തെ കല്യാണം, ഇവിടുത്തെ കല്യാണം എന്ന് പറയത്തക്കവണ്ണം പെട്ടെന്ന് കുറേ ന്യൂസുകൾ വരത്തക്കവണ്ണം ഒത്തിരി വിവാഹങ്ങൾ, മുടങ്ങിക്കിടക്കുന്ന ഒത്തിരി വിവാഹങ്ങൾ നടക്കും. നിങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചോണം. തക്കതായ തുണയോ ഒരുക്കി തരണമേ എന്ന് നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. എന്ന് വെച്ചാൽ തലമുറകളും പ്രാർത്ഥിച്ചോണം, പേരൻസും പ്രാർത്ഥിച്ചോണം. എൻ്റെ മകൾക്ക്, എൻ്റെ മകന് എന്താണ് തക്കതായ തുണയെ ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചോണം. അങ്ങനെ ചില വിവാഹ തടസ്സങ്ങൾ മാറി ചില വിവാഹങ്ങളൊക്കെ ദൈവം, ചില വിവാഹങ്ങളിൽ ഒത്തിരി വിവാഹങ്ങൾ നടക്കുന്ന വർഷമാണ് 2026 കേട്ടോ. ഇനി അത് നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ആ ഒരു വിഷയങ്ങളോട് മുഖത്ത് നിൽക്കുന്നവർ പ്രാർത്ഥിച്ചോണം. ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. എസെക്കിയേൽ പ്രവാചകൻ്റെ അതിലോട്ട് വരുന്നതിന് മുൻപേ ഇത് എന്താണെന്ന് വെച്ചാൽ ദൈവവേലയിൽ ശക്തമായിട്ട് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ തോതിലൊന്നുമല്ല, യൂട്യൂബിലൂടെ ഒന്നും ചെറിയ തോതിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നവരൊന്നുമല്ല. അതിശക്തമായിട്ട് ദൈവത്തിൻ്റെ വേലയിൽ അതിശക്തമായിട്ട് പ്രയോജനപ്പെട്ട് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത ചില ശക്തമായ ദൈവത്തിന് മിനിസ്ട്രി ചെയ്തിരിക്കുന്ന ചില ദൈവീകമല്ലാത്ത ചില കൂട്ടുകെട്ടുകളിൽപ്പെട്ട്, അതായത് ആ കൂട്ടുകെട്ടുകൾ എന്ന് പറയുന്നത് അവരും ശുശ്രൂഷക്കാരാണെന്ന് പറഞ്ഞാൽ വ്യാജ ശുശ്രൂഷകന്മാരുടെ അല്ലെങ്കിൽ വ്യാജ ശുശ്രൂഷക്കാരത്തികളുടെ രൂപത്തിൽ നിങ്ങളുടെ മുൻപിൽ വന്ന് നിങ്ങളുമായിട്ട് സൗഹൃദമുണ്ടാക്കി നിങ്ങളുടെ കുടുംബത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ അത് ഭാര്യനെയോ ഭർത്താവിനെയോ ഒക്കെ വഴിതെറ്റിച്ച് ആ കുടുംബത്തെ ശിഥിലമാക്കി ചില അവിഹിത ബന്ധങ്ങളിൽ കുടുക്കി നിങ്ങളെ എന്താ പറയുക മറ്റുള്ളവരുടെ മുൻപിൽ നാറ്റിച്ച് നിങ്ങളുടെ ശുശ്രൂഷയുടെ ലെവലിൽ നിന്ന് മാറി ഇപ്പോൾ എത്രത്തോളം ഹയർ ലെവലിലാണോ ഇരിക്കുന്നത് അത്രയും താഴ്ത്തി നിങ്ങളെ എന്താ പറയുക പരസ്യക്കോലമാക്കത്തക്കവണ്ണം പിശാച് ചില കളികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. എന്ന് വെച്ചാൽ നമ്മൾക്കറിയുന്ന ശക്തരായിട്ട് പ്രയോജനപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുവാൻ ഇന്ന് സമയമില്ല. കാരണം രണ്ടുപേരും ശുശ്രൂഷയുടെ മുഖത്ത്, ഭർത്താവും ശുശ്രൂഷല, ഭാര്യയും ശുശ്രൂഷല. ഇനി വിവാഹം കഴിയാത്തവരാണെങ്കിൽ അവരുടെ അമ്മയപ്പന്മാരെ കൂട്ടത്തിൽ ഇവർക്ക് കാവലിന് പോകുക. ആർക്കും പ്രാർത്ഥിക്കുവാൻ സമയമില്ല. ശുശ്രൂഷ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. ദൈവമേ, ഞങ്ങൾ വീണു പോകുവാൻ, ഞങ്ങളുടെ കുടുംബം തകർന്നു പോകുവാൻ അനുവദിക്കരുതേ എന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. ഇത് സാധാരണ നോർമൽ ശുശ്രൂഷ ചെയ്യുന്നവരല്ല, ഹയർ ലെവലിൽ നിൽക്കുന്ന ചിലരോടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവം വചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് വാണിംഗ് തരികയാണ്. അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം, വിടുതൽ ഏറ്റെടുത്തോണം. കാരണം ഇല്ല എങ്കിൽ എന്താ പറയുക നാണം കെട്ട് പോകുന്ന വിധത്തിൽ നിങ്ങൾ എത്രത്തോളം ഉയരത്തിലാണോ അത്രത്തോളം താഴ്ത്തി കളയുവാൻ പിശാച് ചില പദ്ധതികൾ ഇടുന്നുണ്ട്. അതുകൊണ്ട് അതിശക്തമായി ശുശ്രൂഷ ചെയ്യുന്നവർ ഈ ദിവസങ്ങളിൽ ഫാസ്റ്റിംഗ് ഇരുന്ന് പ്രാർത്ഥിച്ചോണം. ദൈവമേ, വീണു പോകുവാൻ ഇടവരുത്തരുതേ എന്നും ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. ഇനി അടുത്തത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ ദൈവം അവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചില രോഗത്തിൻ്റെ അവസ്ഥകൾ, മരണത്തോട് ഇനി എനിക്ക് മരണമേ ഉള്ളൂ എൻ്റെ മുൻപിൽ. അത് ചിലപ്പോൾ ചില രോഗത്തിൻ്റെ അവസ്ഥയാകാം, അതല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ജീവിതത്തിൻ്റെ അവസ്ഥയാകാം, ചില കടഭാരങ്ങളാകാം, സാമ്പത്തിക ദുരിതങ്ങളാകാം. മരണമുള്ളൂ, ഒന്ന് മരിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇനി മരണം മാത്രമേ ഞങ്ങളുടെ മുൻപിലുള്ളൂ. രോഗമുണ്ട്, പലതുമുണ്ട്. ഓക്കെ, അങ്ങനെ ഒന്ന് മരിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന
ചിലരെ നോക്കി ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. എസെക്കിയേൽ പ്രവാചകൻ 37 അത് നിങ്ങൾ പ്രാർത്ഥിക്കണം, അത് വെച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് നിങ്ങളോട് തന്നെ പ്രവചിക്കണം. എന്ത് പ്രവചിക്കണം? ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് എൻ്റെ യഹോവയുടെ നന്മകളെ അനുഭവിച്ച് അതിനെ വർണ്ണിക്കുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളോട് തന്നെ പ്രവചിക്കണം. വേറെ ആരും നിങ്ങളോട് പ്രവചിക്കാൻ വരത്തില്ല. കാരണം അത്രയും താഴ്ന്ന ലെവലിലോട്ട് നിങ്ങൾ പോയി. കാരണം അവർ ആർക്കും പ്രതീക്ഷയില്ല. അതുകൊണ്ട് ആരും നിങ്ങളോട് പ്രവചിക്കാൻ വരത്തില്ല. നിങ്ങൾ തന്നെ പ്രവചിക്കണം. ഇല്ല, ഞാൻ മരിക്കത്തില്ല, എൻ്റെ ഈ രോഗം സൗഖ്യമാകും, അല്ലെങ്കിൽ എൻ്റെ ഈ കടഭാരം മാറും, അല്ലെങ്കിൽ എൻ്റെ ഈ സാമ്പത്തിക വിഷയം മാറും എന്ന് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തന്നെ നമ്മളോട് തന്നെ പ്രവചിക്കണം. അപ്പോൾ ചില വലിയ വിടുതലുകൾ സംഭവിക്കുമെന്ന് വെച്ചാൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്തടത്ത് ചില വിടുതലുകൾ സംഭവിക്കുമെന്ന് ദൈവം വ്യക്തമായിട്ട് വചനത്തിലൂടെ ഇടപെട്ടതാണ്. അത് നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ഇനി അടുത്തത് എല്ലാവർക്കും കൂടിയുള്ള ഒരു ദൂതാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ യേശയ്യാപ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അത് എല്ലാവരും ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു ദൂത. അതെന്താണ്? അതിനകത്ത് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്ന ഈ വചനം ഇത് വെച്ച് നമ്മൾ എപ്പോഴും നമ്മളിത് കാണാപ്പാഠം പഠിച്ചും എപ്പോഴും നമ്മൾ വിശ്വാസത്തോടെ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മളിത് പറഞ്ഞുകൊണ്ട് നടക്കണം. ഈ വചനം ചിലരെയല്ല എല്ലാവരും ഈ വചനം ആരൊക്കെ വിശ്വസിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നു അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ വചനം അങ്ങനെ തന്നെ വെളിപ്പെടുവാനായിട്ട് പോവുകയാണ്. ഇതെല്ലാവർക്കുമുള്ള ദൂതാണ്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത്രയുമാണ് ദൈവം എനിക്ക് വചനത്തിലൂടെ ദൈവം ഇടപെട്ടത് നിങ്ങളോട് പറയുവാനായിട്ട്. എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾക്കുമൊക്കെ കൂടെ ദൈവം തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഈ ദൂത് ഏറ്റെടുത്ത് പറഞ്ഞതാരാന്നോ ഒന്നും നോക്കണ്ട, ഇത് തന്നതാരാ? ദൈവമാണ് തന്നതെടുക്കട്ടെ. ദൈവത്തിൻ്റെ വചനമാണ്, വചനത്തിലൂടെ ദൈവം ഇടപെട്ടതാണ്. അതുകൊണ്ട് ഞാൻ വലിയ ഒത്തിരി വചന പണ്ഡിതിയൊന്നുമല്ല. അതുകൊണ്ട് ഇതൊന്നും എൻ്റെ ബുദ്ധിയിൽ പറഞ്ഞതല്ല. അതുകൊണ്ട് ദൈവം എനിക്ക് തന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കുക, പ്രാർത്ഥിക്കുക, എഴുതി വെച്ച് പ്രാർത്ഥിക്കുക, വചനങ്ങളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ഓർക്കുക, ഏത് വാഗ്ദത്തങ്ങൾ ഇതിപ്പോൾ ഇത്രയും ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പറഞ്ഞപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മളെ കൂടാതെ ഇത് കേൾക്കുന്ന വേറൊരുത്തരും കൂടിയുണ്ട്. ആരാന്ന് ഞാൻ പഴയ വീടുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരാ? ഈ പിശാച് എന്ന് പറയുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇവന് വ്യക്തമായിട്ട് അറിയാം ഇത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെ പുറകെ ഇവൻ കൂടും. എന്തിനാ? ഈ ദൂത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ദൂതിൽ നിന്ന് തെറ്റിച്ച് കളയുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ അവനെ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ശക്തമായ വിടുതലുകൾ ദൈവം അയക്കുവാനായിട്ട് പോവുകയാണ്. എനിവേ, ഒരിക്കൽ കൂടെ നല്ലൊരു വർഷമാക്കി 2026 കണ്ണുനീര് തുടച്ച് നമ്മളെ മാനിക്കുന്ന വർഷമാക്കി ദൈവം മാറ്റട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.